PSC ലേണിംഗ് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. LGS LDC മെയിൻ എക്സാമിൻ്റെ പുതിയ സിലബസ് വന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. മെയിൻ സിലബസുമായി ബേസ്ഡ് ആയ ക്ലാസ്സുകൾ മാത്രമേ അപ്ലോഡ് ചെയ്യുകയുള്ളൂ. ഇനിയും മെയിൻ എക്സാമിനെ പഠിച്ചു തുടങ്ങാത്തവർ നിർബന്ധമായും പഠിച്ചു തുടങ്ങുക. എക്സാം ഡേറ്റുകളെല്ലാം പെട്ടെന്നായിരിക്കും പ്രസിദ്ധീകരിക്കുക. ഇപ്പോഴേ നമ്മൾ സിലബസ് കവർ ചെയ്യാൻ നോക്കിയാൽ നമുക്ക് 1-2 വട്ടം റിവൈസ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പെട്ടെന്ന് പഠിച്ചു തുടങ്ങാൻ പറയുന്നത്. ഇനി മുതൽ നമ്മുടെ ചാനലിൽ PSC സിലബസ് ബേസ്ഡ് ആയ ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സിലബസിനകത്ത് കേരളം എന്ന് പറയുന്ന ഭാഗത്തിലെ ഫസ്റ്റ് പോർഷനായിട്ടുള്ള യൂറോപ്യന്മാരുടെ ആഗമനം, അവരുടെ സംഭാവന എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. ചെറിയ ട്രിക്സ് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കാൻ പോകുന്നത്. എൻ്റെ ട്രിക്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ സ്വീകരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടൻറ്റ് മാത്രം പഠിച്ചു പോവുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. യൂറോപ്യന്മാരുടെ ആഗമനം, അവരുടെ സംഭാവന. യൂറോപ്യന്മാരുടെ ആഗമനത്തിന് മുമ്പ് കേരളമായി കച്ചവടം നടത്തുന്ന വിദേശികളാണ് അറബികൾ എന്ന് പറയുന്നത്. എന്നാൽ കടൽ മാർഗം ആദ്യമെത്തിയ യൂറോപ്യന്മാർ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. പഠിക്കാനുള്ള യൂറോപ്യന്മാരുടെ ആ ഒരു വരവിൻ്റെ ഓർഡർ പഠിക്കാനുള്ള കോഡാണ് ഞാൻ നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. പോർച്ചുഗീസുകാരെ, ഡച്ചുകാരെ, ഇംഗ്ലീഷുകാരെ, ഫ്രഞ്ചുകാരെ, അതാണ് പോഡ ബീഫെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. പോഡ ബീഫെ എന്നുള്ളതിലെ പോ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരെ, ഡ എന്ന് പറയുന്നത് ഡച്ചുകാരെ, ബി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെ, ഫ് എന്ന് പറയുന്നത് ഫ്രഞ്ചുകാരെ. ഇങ്ങനെയാണ് കേരളത്തിലേക്ക് യൂറോപ്യന്മാരുടെ വരവിൻ്റെ ഒരു ക്രമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്രമം ഓർത്ത് വയ്ക്കാനുള്ള കോഡാണ്. പൊതുവെ ഈ കോഡ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം. പോഡ ബീഫെ എന്ന് പറയുന്ന ഈ കോഡ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓർത്തിരിക്കാൻ പറ്റാവുന്നതാണ്. ആധുനിക ഇന്ത്യ ചരിത്രത്തിൻ്റെ തുടക്കവും യൂറോപ്യന്മാരുടെ ആഗമനം തന്നെ ആയിരുന്നു. അതായത് ആധുനിക ഇന്ത്യയുടെ ചരിത്രവും യൂറോപ്യന്മാരുടെ ആഗമനം തന്നെയായിരുന്നു. ഇത് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിലേക്ക്, അതായത് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. അങ്ങനെ വന്ന യൂറോപ്യനാണ് നമ്മുടെ വാസ്കോ ഡ ഗാമ എന്ന് പറയുന്നത്. 1498 മെയ് 20-നാണ് വാസ്കോ ഡ ഗാമ കേരളത്തിലെ കാപ്പാട് കടപ്പുറത്ത് എത്തുന്നത്. 1498 മെയ് 20-നാണ് വാസ്കോ ഡ ഗാമ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് കടപ്പുറത്ത് കപ്പലിറങ്ങുന്നത്. കാപ്പാട് കടപ്പുറം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരി പഞ്ചായത്തിലാണ് കാപ്പാട് കടപ്പുറം ഉള്ളത്. അതായത് പന്തലായനി ബീച്ചിലാണ്. അത് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരിക്കാം. ചേമഞ്ചേരി പഞ്ചായത്ത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അതായത് വാസ്കോ ഡ ഗാമ വന്ന് കപ്പലിറങ്ങിയത് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് കടപ്പുറം ചേമഞ്ചേരി പഞ്ചായത്തിലാണ്, പന്തലായനി ബീച്ചിലാണ്. വാസ്കോ ഡ ഗാമയുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് ലിസ്ബണിൽ നിന്നാണ്. വാസ്കോ ഡ ഗാമയുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് ലിസ്ബണിൽ നിന്നാണ്. 1497-ലായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിച്ചത്. എന്നാൽ 1498 മെയ് 20-നാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്നത്. സെൻറ്റ് ഗബ്രിയേൽ എന്ന കപ്പലിലാണ് അദ്ദേഹം യാത്ര പുറപ്പെട്ടത്. ഇന്ത്യയിലേക്ക് വാസ്കോ ഡ ഗാമയെ അയച്ച പോർച്ചുഗീസ് ഭരണാധികാരിയാണ് മാനുവൽ ഒന്നാമൻ. വാസ്കോ ഡ ഗാമ 3 പ്രാവശ്യമാണ് നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. വാസ്കോ ഡ ഗാമ 3 പ്രാവശ്യമാണ് കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. 1498, 1502, 1524 ഇങ്ങനെയാണ് ആ ഒരു വർഷങ്ങൾ എന്ന് പറയുന്നത്. 1498, 1502, 1524 ഇതൊക്കെയാണ് വാസ്കോ ഡ ഗാമ കേരളത്തിലേക്ക് വന്ന വർഷങ്ങൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വരവ് നമുക്ക് എല്ലാവർക്കും അറിയാം. 1498 മെയ് 20-നാണ്. രണ്ടാമത്തെ വരവ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വരവ് എന്നുള്ളത് ആ 2 തന്നെ നമുക്കൊരു കോഡായിട്ട് എടുക്കാം. 1502-ലാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വരവ്. അവസാനമായി വാസ്കോ ഡ ഗാമ വന്നത് 1524-ലാണ്. 1524 ഡിസംബർ 24-നാണ് അദ്ദേഹം അന്തരിച്ചത്. അതും ഒരു കണക്ഷനായിട്ട് നമുക്കെടുക്കാം. 1524 ലാസ്റ്റ് 24 എന്നുള്ളത് തന്നെയാണ് ഡേറ്റിലെയും 24. 1524 ഡിസംബർ 24-നാണ് വാസ്കോ ഡ ഗാമ അന്തരിച്ചത്. ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയി ആയത് 1524 അദ്ദേഹത്തിൻ്റെ അവസാന വരവിൽ തന്നെയാണ്. കേരളത്തിൽ പോർച്ചുഗീസ് വൈസ്രോയി ആയത് വെറും 3 മാസം മാത്രമായിരുന്നു. 1524 ഡിസംബർ 24-നാണ് അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടം അടക്കം ചെയ്തിട്ടുള്ള പള്ളി എന്ന് പറയുന്നത് സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടം അടക്കം ചെയ്തിട്ടുള്ളത് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് കൊച്ചിയിലാണ്. പിന്നീട് ഈ കൊച്ചിയിൽ നിന്ന് ഭൗതികാവശിഷ്ടം പോർച്ചുഗലിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. 1539-ലാണ് കൊച്ചിയിൽ നിന്ന് പോർച്ചുഗലിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടം കൊണ്ടുപോയത്. അപ്പോൾ ഇത്രയാണ് വാസ്കോ ഡ ഗാമയെ പറ്റി നമുക്ക് പഠിക്കേണ്ടത്. ഒന്നും കൂടെ പറയാം. വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് കേരളത്തിലേക്ക് വന്ന യൂറോപ്യൻ എന്ന് പറയുന്നത് വാസ്കോ ഡ ഗാമയാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ എന്ന് പറയുന്നത് വാസ്കോ ഡ ഗാമയാണ്. കോഴിക്കോടിന് അടുത്തുള്ള കാപ്പാട് കടപ്പുറത്താണ് അദ്ദേഹം കപ്പലിറങ്ങുന്നത്.
കോഴിക്കോട് കാപ്പാട് എന്ന് പറയുന്നത് പന്തലായനി ബീച്ചിലാണ്. അതുപോലെ തന്നെ ചേമഞ്ചേരി പഞ്ചായത്തിലാണ്. യാത്ര ആരംഭിച്ചത് ലിസ്ബണിൽ നിന്നായിരുന്നു 1497. അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് ഭരണാധികാരി എന്ന് പറയുന്നത് മാനുവൽ ഒന്നാമനായിരുന്നു. അദ്ദേഹം സഞ്ചരിച്ച കപ്പൽ എന്ന് പറയുന്നത് സെൻറ്റ് ഗബ്രിയേലാണ്. 3 പ്രാവശ്യമാണ് അദ്ദേഹം കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. 1498, 1502, രണ്ടാമത്തെ വരവ് 1502, 1524, ഇങ്ങനെയാണ് 3 പ്രാവശ്യത്തെ വരവ്. 1524 ഡിസംബർ 24 അദ്ദേഹം അന്തരിച്ചത്. 1524 എന്നുള്ളത് 24 എടുത്ത് ഡേറ്റ് നമുക്ക് കണക്ട് ചെയ്യാം. 1524 ഡിസംബർ 24 അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടം അടക്കം ചെയ്തിട്ടുള്ളത് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് കൊച്ചിയിലാണ്. സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് കൊച്ചിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടം പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയത് 1539 ഇത്രയാണ് വാസ്കോ ഡ ഗാമയെ പറ്റി നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ നെക്സ്റ്റ് പോയിന്റ്, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോ ഡ ഗാമയെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ്. മാനുവൽ രാജാവാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോ ഡ ഗാമയെ വിശേഷിപ്പിച്ചത്. ഇന്ത്യയിൽ വാസ്കോ ഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ്. ഇന്ത്യയിൽ വാസ്കോ ഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ്. ഇനി വാസ്കോ ഡ ഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരിസ് കബ്രാൾ എന്ന് പറയുന്നത്. 1500 അൽവാരിസ് കബ്രാൾ ഇന്ത്യയിലേക്ക് എത്തുന്നത്. വാസ്കോ ഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരിസ് കബ്രാൾ എന്ന് പറയുന്നത്. 1500 അദ്ദേഹം എത്തുന്നത്. അത് നമുക്ക് കണക്ട് ചെയ്യാം. അതായത് വാ എന്ന വാക്ക് കഴിഞ്ഞാണ് പിന്നെ നമ്മൾ ആ ഒരു പേരിൽ സ്ട്രെസ് ചെയ്ത് പറയുന്നത് കോ എന്ന വാക്കാണ്, അല്ലെ വാസ്കോ ഡ ഗാമ. കോ എന്ന വാക്കിൽ നിന്ന് കബ്രാളിനെ നമുക്ക് കണക്ട് ചെയ്യാം. ഇനി വാസ്കോ ഡ ഗാമ എന്നുള്ള എന്ന സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടം അടക്കം ചെയ്തിട്ടുള്ള സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് കൊച്ചി എന്ന് ഓർത്തിരിക്കാം. ഇനി വാസ്കോ ഡ ഗാമ എന്നുള്ളത് ഗബ്രിയേൽ ഓർത്തിരിക്കാം. അതായത് ഗബ്രിയേൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വന്നിട്ടുള്ള കപ്പലാണ് ഗബ്രിയേൽ എന്ന് പറയുന്നത്. അപ്പോൾ ഗാമ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, സെൻറ്റ് ഗബ്രിയേൽ എന്ന് പറയുന്ന കപ്പലിനെ നമുക്ക് ഓർത്തിരിക്കാം. എന്നുള്ള വാക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടം അടക്കം ചെയ്തിട്ടുള്ള പള്ളി സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. എന്നുള്ളത് കണക്ട് ചെയ്യാം. എന്നുള്ളത് സെൻറ്റ് ഗബ്രിയേൽ എന്ന കപ്പലിന് നമുക്ക് ഓർത്തിരിക്കാം. ഗബ്രിയേൽ എന്ന് ഓർത്തിരിക്കാം. എന്ന ശേഷം നമ്മൾ റസീദ് പറയുന്ന വാക്കായിട്ടുള്ള എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, കബ്രാളിനെ ഓർക്കാം. വാസ്കോ ഡ ഗാമയ്ക്ക് പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരിസ് കബ്രാൾ എന്ന് പറയുന്നത്. 1500 അദ്ദേഹം വന്നിട്ടുള്ളത്. അതിനുശേഷം 1500 ശേഷം 1502 നമ്മുടെ വാസ്കോ ഡ ഗാമയുടെ രണ്ടാമത്തെ വരവ് ഉണ്ടായി. 1502 ഞാൻ പറഞ്ഞു 2 വെച്ചിട്ട് കണക്ട് ചെയ്ത് രണ്ടാമത്തെ വരവ് എന്ന് നമുക്ക് ജസ്റ്റ് ഓർക്കാം. ഒരാൾക്ക് ശേഷം വീണ്ടും 1502 നമ്മുടെ വാസ്കോ ഡ ഗാമ രണ്ടാം വരവ് ഉണ്ടായി. അതിനുശേഷം 1503 അൽബുക്കർക്ക് കേരളത്തിലേക്ക് എത്തി. അദ്ദേഹമാണ് നമ്മുടെ മാനുവൽ കോട്ട അഥവാ പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്ത്യയിലെ യൂറോപ്യന്മാർ നിർമ്മിച്ച ഒന്നാമത്തെ കോട്ട ഏത് എന്ന്. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് മാനുവൽ കോട്ട അല്ലെങ്കിൽ പള്ളിപ്പുറം കോട്ട എന്ന് പറയുന്നത്. ഈ മാനുവൽ കോട്ട അഥവാ പള്ളിപ്പുറം കോട്ട ഇതൊക്കെ ഒന്ന് തന്നെയാണ്. മാനുവൽ കോട്ട, പള്ളിപ്പുറം കോട്ട ഇതൊക്കെ വേറെ വേറെ പേരുകൾ മാത്രമാണ്. ഇതല്ലാണ്ട് ഇതിനുള്ള പേരുകളാണ് വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴിക്കോട്ട എന്നൊക്കെ ഇതിന് അറിയപ്പെടുന്നുണ്ട്. പള്ളിപ്പുറം കോട്ട തന്നെയാണ് വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴിക്കോട്ട എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ എക്സാമിൽ ചോദിച്ച ചോദ്യമാണ് ഇന്ത്യയിലെ യൂറോപ്യന്മാർ നിർമ്മിച്ച ഒന്നാമത്തെ കോട്ട ഏത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ഒന്നാമത്തെ കോട്ട ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻസറാണ് മാനുവൽ കോട്ട അഥവാ പള്ളിപ്പുറം കോട്ട. ഇത് പണിതത് അൽബുക്കർക്കാണ്. അൽബുക്കർക്കിന് ശേഷം അൽബുക്കർക്ക് എന്നുള്ളതിലെ അല്ല് എന്ന് നമുക്ക് എടുക്കാം. അൽബുക്കർക്കിന് ശേഷം അല്ല് എന്നൊരു കണക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അൽമേഡനെ നമുക്ക് കണക്ട് ചെയ്യാം. അൽബുക്കർക്കിന് ശേഷം അൽമേഡയാണ് വന്നിട്ടുള്ളത്. അൽബുക്കർക്കിലെ അല്ലിനെ നമുക്ക് കണക്ട് ചെയ്തിട്ട് അൽമേഡനെ നമുക്ക് ഓർക്കാം. അടുത്ത വന്ന യൂറോപ്യൻ എന്ന് പറയുന്നത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. 1505 വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്ന് പറയുന്നത്. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചതും ഫ്രാൻസിസ്കോ ഡി അൽമേഡ തന്നെയാണ്. 1505 തന്നെയാണ് അദ്ദേഹം വൈസ്രോയി ആയതും സെന്റ് ആഞ്ചലോ കോട്ട കണ്ണൂരിൽ നിർമ്മിച്ചതും. സെന്റ് ആഞ്ചലോ എന്നുള്ളത് നമുക്ക് കണക്ഷനായിട്ട് എടുക്കാം. ഏഞ്ചൽ നമ്മൾ പറയാറുണ്ട് ചില അവളെ കാണാൻ ഏഞ്ചലിനെ പോലെ ഉണ്ടെന്നൊക്കെ. അപ്പോൾ അവളെ കാണാനെന്നുള്ളത് നമുക്ക് കണ്ണൂരായിട്ട് കണക്ട് ചെയ്യാം. ഏഞ്ചൽ എന്നുള്ളത് ഏഞ്ചലോ കോട്ട, ഇത് കാണാൻ എന്നുള്ളത് കണ്ണൂരായിട്ട് എടുക്കാം. ഏഞ്ചലിനെ പോലെ എന്നുള്ളത് ഏഞ്ചലോ കോട്ടയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ സെൻറ്റ് ആഞ്ചലോ കോട്ട പണിതതും 1505 ആരായിരുന്നു? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയതും 1505 ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി എന്ന് പറയുന്നത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. രണ്ടാമത്തെ ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയി എന്ന് പറയുന്നത് അൽബുക്കർക്കായിരുന്നു. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി എന്ന് പറയുന്നത് അൽബുക്കർക്കായിരുന്നു. അദ്ദേഹം വൈസ്രോയി ആയത് 1509 അദ്ദേഹമായിരുന്നു ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി എന്ന് പറയുന്നത് അൽബുക്കർക്കായിരുന്നു. അദ്ദേഹമാണ് പോർച്ചുഗീസിൻ്റെ തലസ്ഥാനമായിട്ടുണ്ടായിരുന്ന കൊച്ചി
അതുവരെ പോർച്ചുഗീസിൻ്റെ തലസ്ഥാനം കൊച്ചിയായിരുന്നുവെങ്കിൽ അൽബുക്കർക്കാണ് കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയത്. അതുവരെ പോർച്ചുഗീസിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് കൊച്ചിയായിരുന്നുവെങ്കിൽ അൽബുക്കർക്കാണ് കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് പോർച്ചുഗീസിൻ്റെ തലസ്ഥാനം മാറ്റിയത്. അപ്പോൾ അൽബുക്കർക്കിനെ പറ്റി എന്നൊക്കെ പറഞ്ഞു, രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു. അദ്ദേഹമാണ് കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് പോർച്ചുഗീസിൻ്റെ തലസ്ഥാനം മാറ്റിയത്. ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽബുക്കർ. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് ഗോവയായിരുന്നു. പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവയെ മോചിപ്പിച്ചത് ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക നടപടിയിലൂടെയായിരുന്നു. 1961 ഡിസംബർ 19 ഗോവയെ മോചിപ്പിച്ചത്. ഗോവയിലെ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് വി.കെ. കൃഷ്ണമേനോനായിരുന്നു. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാം, ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക നടപടിയിലൂടെയാണ് ഗോവയെ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും നമ്മൾ മോചിപ്പിച്ചത്. 1961 ഡിസംബർ 19 മോചിപ്പിച്ചത്. ഡിസംബർ 19 അതുകൊണ്ട് തന്നെ വിജയ ദിവസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ പോർച്ചുഗീസുകാരുണ്ടായിരുന്നത് 463 വർഷമായിരുന്നു. അതായത് 1498 മുതൽ 1961 വരെ. 1498 വാസ്കോ ഡ ഗാമ വന്ന അതുമുതൽ 1961 ഗോവ മോചിപ്പിച്ചത് വരെ പോർച്ചുഗീസുകാർ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ പോർച്ചുഗീസുകാരുടെ സാന്നിധ്യം എന്ന് പറയുന്നത് 463 വർഷം വരെ ഉണ്ടായിരുന്നു. കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാനായി പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയൻകോട്ട എന്ന് പറയുന്നത്. കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാനായി പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയൻകോട്ട. ചാലിയൻകോട്ട സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. ചാലിയൻകോട്ട നിർമ്മിച്ച പോർച്ചുഗീസ് ഗവർണർ എന്ന് പറയുന്നത്, ഇതൊന്നും ചോദിച്ചില്ല എക്സാമിന്, ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ചാലിയൻകോട്ട നിർമ്മിച്ച പോർച്ചുഗീസ് ഗവർണർ എന്ന് പറയുന്നത് നൂനോഡ കുൻഹയാണ്. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയൻകോട്ട. കുഞ്ഞാലി നാലാമന്റെ സ്മരണയ്ക്കായി നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രമാണ് INS കുഞ്ഞാലി എന്ന് പറയുന്നത്. INS കുഞ്ഞാലി സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. കുഞ്ഞാലി മരക്കാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോട്ടയ്ക്കലാണ്. ഇനി വരുന്നതാണ് രണ്ട് പ്രധാനപ്പെട്ട ഉടമ്പടി എന്ന് പറയുന്നത്. ഒന്ന് കണ്ണൂർ ഉടമ്പടി, രണ്ടാമത് പൊന്നാനി ഉടമ്പടി എന്ന് പറയുന്നത്. കണ്ണൂർ ഉടമ്പടി 1513 പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയായിരുന്നു. 1513 പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ചതായിരുന്നു കണ്ണൂർ ഉടമ്പടി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഉടമ്പടിയാണ് 1540 പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് പൊന്നാനി ഉടമ്പടി എന്ന് പറയുന്നത്. 1540 പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് പൊന്നാനി ഉടമ്പടി എന്ന് പറയുന്നത്. ഈ കേരളത്തിലെത്തിയ രണ്ടാമത്തെ യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാരെ. നമ്മൾ പഠിച്ചു പോഡ ബീഫെ എന്നുള്ളത്, അതിൽ ഡച്ചുകാരാണ്. അപ്പോൾ രണ്ടാമത് കേരളത്തിലെത്തിയ യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാർ എന്ന് പറയുന്നത്. ആദ്യം വന്ന യൂറോപ്യന്മാർ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരും അവസാനം തിരിച്ചു പോയതും പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ പ്രൊട്ടസ്റ്റ് വിഭാഗം എന്ന് പറയുന്നത് ഡച്ചുകാരാണ്. എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ്. ഇന്ത്യയിലെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് AD 1602 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഡച്ച് എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് വാക്കല്ലേ ഉള്ളൂ, ഡച്ച്. അപ്പോൾ അങ്ങനെ നമുക്ക് 1602 അവിടെ കണക്ട് ചെയ്യാം. ലാസ്റ്റ് ആ 2 കിടക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ കണക്ട് ചെയ്യാം. 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. എന്നാൽ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1628 അതുകൊണ്ടാണ് ഞാൻ അവിടെ കണക്ട് ചെയ്യാൻ പറഞ്ഞത് 2. ഡച്ച് എന്ന് പറയുന്നത് ലാസ്റ്റ് 2 അവസാനിക്കുന്നതാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം. 1628 പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. ഇനി PSCക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുളച്ചാൽ യുദ്ധം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചാൽ യുദ്ധം. ഇതിൽ ഡച്ചുകാർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപിൽ കീഴടങ്ങിയ ഡച്ചു സൈനാധിപനായിരുന്നു ഡിലനോയി. പിന്നീട് ഇദ്ദേഹത്തെ വലിയ കപ്പിത്താൻ എന്നാണ് അറിയപ്പെട്ടത്. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡിലനോയിയാണ്. കുളച്ചാൽ യുദ്ധം നടന്നത് 1741 ആഗസ്റ്റ് 10 എക്സാമിന് ചോദിച്ചിട്ടുണ്ട് വർഷവും ഡേറ്റും. 1741 ആഗസ്റ്റ് 10 1741 ആഗസ്റ്റ് 10 കുളച്ചാൽ യുദ്ധം നടന്നത്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. ഇനി വരുന്നതാണ് മാവേലിക്കര ഉടമ്പടി. ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി എന്ന് പറയുന്നത്. 1753 ആഗസ്റ്റ് 15 മാവേലിക്കര ഉടമ്പടി എന്ന് പറയുന്നത് 1753 ആഗസ്റ്റ് 15 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി എന്ന് പറയുന്നത്. ഡച്ചുകാരുടെ ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാവേലിക്കര ഉടമ്പടിയാണ്. 1753 ആഗസ്റ്റ് 15 മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത്. അതായത് മാവേലിക്കരയിൽ വെച്ചായിരുന്നു ഈ ഉടമ്പടി ഒപ്പുവെച്ചത്. അതുകൊണ്ടാണ് മാവേലിക്കര ഉടമ്പടി എന്ന് പറയുന്നത്. 1753 ആഗസ്റ്റ് 15 ഇനി അവരുടെ സംഭാവനകളാണ് വരുന്നത്. അതായത് പോർച്ചുഗീസുകാരുടെ സംഭാവന എന്ന് പറയുന്നത് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് വട്ടം PSCക്ക്. ചവിട്ട് നാടകം ആരുടെ സംഭാവന ആയിരുന്നു എന്ന്. അപ്പോൾ പോർച്ചുഗീസുകാരുടെയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ഉണ്ട് ഒരുപാട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും പഠിച്ചു വയ്ക്കുക. പോർച്ചുഗീസുകാരുടെ സംഭാവന അച്ചടിശാല, ഗോവയിലായിരുന്നു അച്ചടിശാല. സ്കൂള്, പുകയില
പപ്പായ, കൈതച്ചക്ക, കശുവണ്ടി, വറ്റൽമുളക്, മരച്ചീനി, ചവിട്ടുനാടകം ഇത്രയുമായിരുന്നു പോർച്ചുഗീസുകാരുടെ സംഭാവന എന്ന് പറയുന്നത്. ഇനി ഡച്ചുകാരുടെ സംഭാവന ആയിരുന്നു ഉപ്പ് നിർമ്മാണം, തുണിക്ക് ചായമുക്കൽ, ഹോർത്തിയൂസ് മലബാറിക്കസ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഹോർത്തിയൂസ് മലബാറിക്കസ്. ഉപ്പ് നിർമ്മാണം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എക്സാമിന്. ഉപ്പ് നിർമ്മാണം ആരുടെ സംഭാവനയായിരുന്നു എന്നുള്ളത് ഡച്ചുകാരുടെയാണ്. ഹോർത്തിയൂസ് മലബാറിക്കസ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹോർത്തിയൂസ് മലബാറിക്കസ് എന്ന് പറഞ്ഞാൽ ഡച്ചുകാരുടെ പ്രധാന സംഭാവനയായിരുന്നു ഹോർത്തിയൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന പുസ്തകം. മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റിയിട്ടാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തിയൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. ഹോർത്തിയൂസ് മലബാറിക്കസ് തയ്യാറാക്കിയത് ലാറ്റിൻ ഭാഷയിലായിരുന്നു. ഹോർത്തിയൂസ് മലബാറിക്കസ് 12 വാല്യങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിച്ചത്. 742 സസ്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഔഷധ സസ്യങ്ങളെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത് പറഞ്ഞു. 742 സസ്യങ്ങളെയാണ് പ്രധാനമായും ഇതിൽ പ്രതിപാദിക്കുന്നത്. അതിൽ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യം ഏതെന്ന് എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ് തെങ്ങ്. അതായത് ഹോർത്തിയൂസ് മലബാറിക്കസിൽ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെങ്ങാണ്. പിന്നെ അടുത്ത് വരുന്ന ചോദ്യമാണ് മലയാളം ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏതെന്ന്. ഹോർത്തിയൂസ് മലബാറിക്കസ് ആണ് മലയാളം ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം. മലയാളം ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഹോർത്തിയൂസ് മലബാറിക്കസ് ആണ്. ഹോർത്തിയൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം തയ്യാറാക്കാൻ നേതൃത്വം നൽകിയ ഡച്ച് ഗവർണറാണ് അഡ്മിറൽ വാൻജീഡ് എന്ന് പറയുന്നത്. ഹോർത്തിയൂസ് മലബാറിക്കസിന്റെ രചനയെ സഹായിച്ച ബ്രാഹ്മണന്മാരാണ് രംഗഭട്ട്, അപ്പുഭട്ട്, വിനായകഭട്ട്. ഹോർത്തിയൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് KS മണിലാലാണ്. ഹോർത്തിയൂസ് മലബാറിക്കസിന്റെ രചനയിൽ മുഖ്യ പങ്കുവഹിച്ച മലയാളി വൈദ്യനാണ് ഇ.ടി. അച്യുതൻ എന്ന് പറയുന്ന വ്യക്തി. അതായത് 12 വാല്യങ്ങളായിട്ടായിരുന്നു ഹോർത്തിയൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്. 1678 മുതൽ 1703 വരെ 1678 മുതൽ 1703 വരെയായിരുന്നു 12 വാല്യങ്ങളായിട്ടാണ് ഹോർത്തിയൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്. ആംസ്റ്റർഡാമിൽ വെച്ചിട്ടായിരുന്നു പ്രസിദ്ധീകരിച്ചത്. ഇത് പ്രസിദ്ധീകരിച്ച സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ആംസ്റ്റർഡാമിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടതും കേരള രാമം എന്നറിയപ്പെടുന്നതും ഹോർത്തിയൂസ് മലബാറിക്കസ്. ഹോർത്തിയൂസ് മലബാറിക്കസിന്റെ മറ്റൊരു പേരാണ് കേരള രാമം എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയത് ഒന്നുകൂടെ പറയാം. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായിരുന്നു ഹോർത്തിയൂസ് മലബാറിക്കസ്. ഹോർത്തിയൂസ് മലബാറിക്കസ് രചിച്ചത് ലാറ്റിൻ ഭാഷയിലാണ്. 742 സസ്യങ്ങളെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത്. ആദ്യം പ്രതിപാദിക്കുന്ന സസ്യം എന്ന് പറയുന്നത് തെങ്ങാണ്. 12 വാല്യങ്ങളായിട്ടാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ആംസ്റ്റർഡാമിൽ വെച്ചാണ് പ്രസിദ്ധീകരിച്ചത്. 1678 മുതൽ 1703 വരെ. കേരള രാമം എന്ന് അറിയപ്പെടുന്നതും ഹോർത്തിയൂസ് മലബാറിക്കസ് ആണ്. ഹോർത്തിയൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം തയ്യാറാക്കാൻ നേതൃത്വം നൽകിയ ഡച്ച് ഗവർണർ എന്ന് പറയുന്നത് അഡ്മിറൽ വാൻജീഡ് ആണ്. മലയാളം ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം എന്ന് പറയുന്നത് ഹോർത്തിയൂസ് മലബാറിക്കസ് ആണ്. ഹോർത്തിയൂസ് മലബാറിക്കസിന്റെ രചനയെ സഹായിച്ച ബ്രാഹ്മണർ എന്ന് പറയുന്നത് രംഗഭട്ട്, അപ്പുഭട്ട്, വിനായകഭട്ട്. ഹോർത്തിയൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ എന്ന് പറയുന്നത് ഇ.ടി. അച്യുതൻ. ഇത്രയും കാര്യങ്ങളാണ് ഹോർത്തിയൂസ് മലബാറിക്കസിനെ കുറിച്ച് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. യൂറോപ്യന്മാരുടെ ആഗമനത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് മാത്രമാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സുകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നിർബന്ധമായും നിങ്ങളിതെല്ലാം പഠിച്ചിരിക്കുക. PSC ആവർത്തിച്ചതും ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ ക്വസ്റ്റ്യൻസും എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ എന്നെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.